പവിത്രം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിക്രമും വേദയും തങ്ങളുടെ പ്രണയത്തിലും ആത്മബന്ധത്തിലും ഒന്നായി മാറുമ്പോൾ അവരെ തമ്മിൽ പിരിക്കാൻ ആർക്കും കഴിയില്ല എന്ന് വിക്രം മനസ്സിലുറപ്പിക്കുകയാണ്. തൻ്റെ വേദയെ ഇനി ആർക്കും വിട്ടുകൊടുക്കില്ല എന്നും ശ്രീകാന്തിൻ്റെ ചതിക്കുഴിയിൽ നിന്നും അവളെ എങ്ങനെയെങ്കിലും പറിച്ചെടുക്കണമെന്നും അവൻ ദൃഢനിശ്ചയം ചെയ്യുന്നു. ശ്രീകാന്തിൻ്റെ കള്ളത്തരങ്ങൾ ഓരോന്നോരോന്നായി മനസ്സിലാക്കുന്ന വിക്രമിന് മറ്റൊരു വലിയ സത്യം കൂടി തെളിയുന്നുണ്ട്. വരുണിനെ കൊല്ലാൻ പദ്ധതിയിട്ടതും പുളിക്കനെ കൊണ്ട് കള്ളം പറയിപ്പിച്ചതും എല്ലാം ഈ ഒരു ശ്രീകാന്ത് തന്നെയാണെന്ന് അവൻ ഉറപ്പിച്ചു. ഈ കാര്യങ്ങൾ അവൻ വേദയോട് പങ്കുവെക്കുമ്പോൾ വേദ തൻ്റെ സംശയങ്ങൾ സ്ഥിരീകരിക്കാനുള്ള ശ്രമത്തിലാണെന്ന് വ്യക്തമാക്കുന്നു. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ വിക്രമിൻ്റെ ജീവൻ സംരക്ഷിക്കുക എന്നതാണ് വേദയ്ക്ക് ഏറ്റവും വലിയ ലക്ഷ്യം. വാസവൻ പുളിക്കനെ കണ്ടുപിടിക്കുമെന്നും അതോടുകൂടെ തന്നെ എല്ലാ സത്യങ്ങളും പുറത്തുവരുമെന്നുള്ള പ്രതീക്ഷയിലാണ് വേദ. എന്നാൽ പുളിക്കൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്ന സംശയം വിക്രം പ്രകടിപ്പിക്കുന്നുണ്ട്. ഒളിച്ചുകളികൾ അവസാനിപ്പിച്ച് വിക്രം നിരപരാധിയാണെന്ന് തെളിയിക്കാനായാൽ പിന്നെ ഒരു നിമിഷം പോലും വേദ അവിടെ നിർത്താതെ തൻ്റെ ഭാര്യയായിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമെന്ന് വിക്രം അവൾക്ക് വാക്ക് നൽകി. ഇത് കേട്ട വേദയ്ക്ക് അളവറ്റ സന്തോഷം തോന്നിയിരുന്നു. മറുഭാഗത്ത് ശങ്കരനാരായണൻ ശ്രീകാന്തിനോട് വേദയുടെയും ദർശൻ്റെയും വിവാഹത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒട്ടും വൈകാതെ തന്നെ അവരുടെ വിവാഹം നടത്തണമെന്നും അത് കഴിഞ്ഞാലുടനെ ദീപ്തിക്കും അനുയോജ്യമായ ഒരാളെ കണ്ടെത്തണമെന്നും ശ്രീകാന്ത് പറഞ്ഞു. വലിയ ആഡംബരങ്ങളൊന്നും തന്നെ വേണ്ട എന്നും കുടുംബക്ഷേത്രത്തിൽ വെച്ച് താലികെട്ട് നടത്താമെന്നും ശ്രീകാന്തിൻ്റെ നിർദ്ദേശത്തിനനുസരിച്ച് ശങ്കരനാരായണനും പത്മവും ആ ഒരു സമ്മതം മൂളി. ഉടനെ തന്നെ കാര്യം വേദയോട് സംസാരിക്കാനായി അവർ അവളുടെ മുറിയിലേക്ക് നീങ്ങി. ആ സമയം വിക്രം വേദയ്ക്ക് സ്നേഹത്തോടെ ഒരു ചുംബനം നൽകുന്ന നിമിഷമായിരുന്നു അത്. വാതിൽക്കൽ ശബ്ദം കേട്ട് ഞെട്ടിയ വേദ വിക്രത്തെ വേഗം സ്റ്റോർ റൂമിലേക്ക് മാറ്റി. ശങ്കരനാരായണനും ശ്രീകാന്തും സംഘവും മുറിയിലേക്ക് വരുന്ന സമയത്ത് തന്നെ വേദ അവരോട് കാര്യം എന്താണെന്ന് തിരക്കി. ദർശനുമായിട്ടുള്ള കല്യാണാലോചന ശങ്കരനാരായണൻ അവതരിപ്പിച്ചപ്പോൾ വേദ പരുഷമായി തന്നെ പ്രതികരിച്ചു. താനും ദർശനും നല്ല സുഹൃത്തുക്കൾ മാത്രമാണ് എന്നും അതിനപ്പുറം ഒന്നുമില്ല എന്നും അവൾ തുറന്നടിച്ചു. താൻ വിക്രമിനോട് വീട് വിട്ടിറങ്ങിയത് അയാളെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല എന്നും തൻ്റെ സാന്നിധ്യം വിക്രത്തിനോ വീട്ടുകാർക്കോ ആപത്തുണ്ടാക്കുമെന്ന് പേടിച്ചുകൊണ്ടാണെന്നും വേദ വ്യക്തമാക്കി. തൻ്റെ കഴുത്തിലെ താലി വിക്രമിൻ്റേതാണ് എന്നും തനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് വിക്രമിനോടൊപ്പം മാത്രമേ ഉണ്ടാവൂ എന്നും അവൾ തറപ്പിച്ചു പറഞ്ഞു. വേദയുടെ ആ ഒരു മറുപടി കേട്ട് ശ്രീകാന്തിനങ്ങ് ദേഷ്യം വരികയാണ്. എന്നാൽ ശങ്കരൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കി വേദയുടെ തീരുമാനത്തിന് ഒപ്പം തന്നെ നിൽക്കാൻ തയ്യാറായിരുന്നു. ഇത് ശ്രീകാന്തിനെ പ്രകോപിതനാക്കി. അവൻ വേദയെ ആ വീട്ടിൽ നിന്നും ഇറക്കിവിടാൻ നോക്കി. ആ സമയം ദേഷ്യം അടക്കാനാവാതെ വിക്രം ഇതെല്ലാം തന്നെ കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. ദേഷ്യം സഹിക്കവയ്യാതെ വിക്രം വാതിൽ ചവിട്ടിയങ്ങ് തുറന്ന് പുറത്തേക്ക് വന്നു. വിക്രത്തെ അവിടെ കണ്ടതോടുകൂടി തന്നെ എല്ലാവരും ആകങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ശ്രീകാന്ത് വിക്രമിനെ നേരെ അടുത്തപ്പോൾ വിക്രം അവനെ ആഞ്ഞൊരു ചവിട്ടിയിട്ടങ്ങ് താഴെയിട്ടു. പോലീസിനെ വെട്ടിച്ച് വിക്രം അവിടെ ഒളിവിൽ കഴിയുകയായിരുന്നു എന്നറിഞ്ഞ് ശ്രീകാന്ത് വിക്രമിനെ നേരെ ആക്രോശിച്ചു. എന്നാൽ വിക്രം തിരിച്ചടിച്ചു. എല്ലാ ചതികൾക്കും പിന്നിൽ ശ്രീകാന്താണ് എന്നും വരുണിനെ കൊന്നത് ആരാണെന്നൊക്കെ താൻ കണ്ടുപിടിക്കുമെന്നും നിയമത്തിനു മുന്നിൽ യഥാർത്ഥ കുറ്റവാളിയെ കൊണ്ടുവരുമെന്നും അവൻ വെല്ലുവിളിച്ചു. വേദയുടെയോ വീട്ടുകാരുടെയോ നേർക്ക് കൈവച്ച് കഴിഞ്ഞാൽ പിന്നെ ശ്രീകാന്ത് ഉണ്ടാവില്ല എന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് തന്നെ വിക്രം അവിടെ നിന്നും രക്ഷപ്പെട്ടു. സത്യമെല്ലാം മനസ്സിലാക്കിയ ശങ്കരനാരായണൻ ശ്രീകാന്തിൻ്റെ കർണത്തേക്കങ്ങ് ആഞ്ഞടിച്ചു. വിക്രത്തിൻ്റെ വീട്ടുകാരോട് ചെയ്ത ചതിക്കും വിക്രമിൻ്റെ വീട്ടുകാരോട് താൻ ചെയ്ത ചതിക്കും വരുണിൻ്റെ കൊലപാതകത്തിൻ്റെ പിന്നിൽ തനിക്ക് പങ്കുണ്ടെങ്കിൽ പിന്നെ നിനക്ക് അച്ഛൻ എന്ന ഈ ഒരു സ്ഥാനം ഒരിക്കലും ഉണ്ടാവില്ല എന്നും എൻ്റെ സ്വത്തിൽ നിനക്ക് യാതൊരുവിധ അവകാശം ഉണ്ടാവില്ല എന്നും ശങ്കരനാരായണൻ പറഞ്ഞു. അതോടുകൂടി തന്നെ ശങ്കരനാരായണൻ ശ്രീകാന്തിനെ ശപിച്ചു. ദീപ്തിയും വേദയും ശ്രീകാന്തിനെ കുറ്റപ്പെടുത്തി അവിടെ നിന്നും പോവാണ്. തൻ്റെ പതനം തുടങ്ങിയെന്ന് മനസ്സിലാക്കിയ ശ്രീകാന്ത് പുളിക്കനെ എത്രയും പെട്ടെന്ന് ഒതുക്കാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു. ശ്രീകാന്ത് ചന്ദ്രശേഖരനെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചു. പുളിക്കനെ പിടികൂടാൻ അവർ ഗുണ്ടകളെ അയച്ചു. ഇതേ സമയം വിക്രമും പുളിക്കനെ തേടി തൻ്റെ സുഹൃത്തുക്കളെ കാണുന്നു. പുളിക്കൻ നാഗർകോവിലുണ്ടെന്ന വിവരം അവന് ലഭിച്ചു. എന്നാൽ ശ്രീകാന്തിൻ്റെ ആളുകൾ പുളിക്കനെ പിടികൂടി ഒരു രഹസ്യ ഗോഡൌണിലേക്ക് തടവിലാക്കി. തന്നെ കൊല്ലാനാണ് അവർ പദ്ധതിയിട്ടത് എന്ന് മനസ്സിലാക്കിയ പുളിക്കൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചു. അവർ രഹസ്യമായി വിക്രമിനെയും ശ്രീകാന്തിനെയും ബന്ധപ്പെടാൻ ശ്രമിച്ചു. വിക്രത്തിൻ്റെ ഫോൺ ഓഫായതിനാൽ പുളിക്കൻ ശ്രീനിവാസനെ വിളിച്ച് താൻ അപകടത്തിലാണ് എന്നും ഗൂഗിൾ മാപ്പ് വഴി ലൊക്കേഷൻ അയച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു. ശ്രീകാന്തും ചന്ദ്രശേഖരനും തന്നെ കൊല്ലാൻ നോക്കുന്നുണ്ട് എന്നും വിക്രം നിരപരാധിയാണെന്നും അവൻ വെളിപ്പെടുത്തി. ഇത് കേട്ട ശ്രീനിവാസൻ പുളിക്കനെ രക്ഷിക്കാമെന്ന് ഉറപ്പു നൽകിയിട്ട് അവിടെ നിന്നും പുറപ്പെട്ടു. മറുഭാഗത്ത് വിക്രം വാസവൻ്റെയും ഗുണ്ടയുടെയും പിടിയിലായിരുന്നു. വാസവൻ വിക്രമിനെ തല്ലാനൊരുങ്ങുമ്പോൾ താൻ വരുണിനെ കൊന്നിട്ടില്ല എന്നും അവനെ സ്വന്തം അനിയനെ പോലെയാണ് കണ്ടത് എന്നും വിക്രം വൈകാരികമായി പറഞ്ഞു. വരുണിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ താൻ യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കണമെന്നും വേദയോടൊപ്പം സമാധാനമായി ജീവിക്കണമെന്നും ആണ് തൻ്റെ ആഗ്രഹമെന്നും വിക്രം വെളിപ്പെടുത്തി. അന്നേരം വിക്രമിൻ്റെ വാക്കെല്ലാം കേട്ടപ്പോൾ വാസവൻ്റെ മനസ്സറിഞ്ഞു. വിക്രം നിരപരാധിയാണെന്ന് വാസവൻ അങ്ങ് ഉറപ്പിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും ഒന്നിച്ചുകൊണ്ട് തന്നെ പുളിക്കനെ തേടിയിറങ്ങി.
പുളിക്കനെ തട്ടിക്കൊണ്ടുപോവാൻ സഹായിച്ചത് വാസവന്റെ വലങ്കൈയായ ജോണിയാണെന്ന് വിക്രത്തിന് ലഭിച്ച മെസ്സേജോടുകൂടെ തന്നെ മനസ്സിലായിരുന്നു. വാസവൻ ജോണിയെ പിടികൂടി ചോദ്യം ചെയ്തു. ചതി മനസ്സിലാക്കിയ വാസവൻ ജോണിയെ വണ്ടിയിൽ കയറ്റി തടവിലാക്കി. ശ്രീകാന്തും ചന്ദ്രശേഖരനും സന്തോഷത്തോടുകൂടെ തന്നെ ഗോഡൌണിലേക്ക് എത്തിയപ്പോൾ പുളിക്കൻ അവരെ വെല്ലുവിളിച്ചു. താൻ മരിച്ചാലും തൻ്റെ മരണമൊഴി വിക്രമിനും ശ്രീനിവാസനും മുൻകൂട്ടി അയച്ചിട്ടുണ്ട് എന്ന് അവൻ പറയാണ്. ഇത് കേട്ടതോടുകൂടി തന്നെ അവരിങ്ങനെ ആകെ ഞെട്ടി നിൽക്കുകയാണ്. ആ സമയത്തായിരിക്കട്ടോ വിക്രമും വാസവനും പോലീസും കൂടി അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത്. ശ്രീകാന്തിനെയും ചന്ദ്രശേഖരനെയും പോലീസ് പിടികൂടി. പുളിക്കൻ സത്യങ്ങളെല്ലാം തന്നെ പോലീസിനോട് വെളിപ്പെടുത്തി. ശങ്കരനാരായണനും ദീപ്തിയും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. സത്യമെല്ലാം മനസ്സിലാക്കിയ ഉടനെ തന്നെ അവരെല്ലാവരും ശ്രീകാന്തിനെ തള്ളി പറഞ്ഞു. ഒടുവിൽ എല്ലാ കള്ളത്തരങ്ങളും പൊളിഞ്ഞതോടുകൂടി തന്നെ ശ്രീകാന്ത് അഴിക്കുള്ളിലായി. വിക്രം നിരപരാധിയാണെന്ന് ലോകമെല്ലാവരും അറിഞ്ഞു. വാസവൻ വിക്രമിനോട് മാപ്പ് ചോദിച്ചു. വേദയും വിക്രമും തങ്ങളുടെ പ്രണയ സാഫല്യത്തിലേക്ക് നീങ്ങുമ്പോൾ പവിത്രം സീരിയൽ ഇനി പുതിയ ദിശയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ശ്രീകാന്തും ചന്ദ്രശേഖരനും അങ്ങനെ പോലീസ് ജീപ്പിലേക്ക് വിലങ്ങുവെച്ച് ജീപ്പിലേക്ക് കയറിക്കൊണ്ടുപോൾ വിക്രമും വേദയും ഉള്ളിൽ വല്ലാത്തൊരു ഭാരം ഒഴിഞ്ഞ ഒരു ആശ്വാസത്തിലായിരുന്നു. ശ്രീകാന്തിൻ്റെയും ചന്ദ്രശേഖരൻ്റെയും പതനം പൂർണ്ണമായതോടുകൂടി തന്നെ ആ ഒരു വലിയ ഗോഡൌണിൽ ഒരു നിശബ്ദത പടർന്നു. പോലീസ് ജീപ്പുകൾ അകന്നു പോകുമ്പോൾ വിക്രം വേദയെ നോക്കി പതുക്കെ പുഞ്ചിരിച്ചു. വാസവൻ വിക്രമിനെ അരികിലേക്ക് വിളിച്ച് അവൻ്റെ തോളിലങ്ങ് കൈവച്ചു. എടാ വിക്രം, നിന്റെ വാക്കുകൾ സത്യമാണെന്ന് ഇത്ര വേഗം തെളിയുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. മകനെ നഷ്ടപ്പെട്ട സങ്കടത്തിൽ എൻ്റെ കണ്ണ് കാണാതായിരുന്നു. എന്നോട് ക്ഷമിക്കണം നീ. വാസവൻ്റെ വാക്കുകളിൽ വലിയൊരു കുറ്റബോധം നേളിച്ചു. വിക്രം ഒന്നും മിണ്ടാതെ വാസവൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചു. ശത്രുക്കളുടെ കനലുകൾ അവിടെ അണയുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം ശങ്കരനാരായണൻ്റെ വീട്ടിൽ എല്ലാവരും ഒത്തുകൂടി. ശ്രീകാന്ത് ചെയ്ത പാപങ്ങൾ ആ വീടിനെ വല്ലാതെ തളർത്തി കളഞ്ഞിരുന്നുവെങ്കിലും വിക്രമിൻ്റെ നിരപരാധിത്വം തെളിഞ്ഞ് വലിയൊരു ആശ്വാസമായിരുന്നു. ശങ്കരനാരായണൻ വിക്രമിനോടും അവൻ്റെ കുടുംബത്തോടും കൈകൂപ്പി തന്നെ മാപ്പ് ചോദിച്ചു. എൻ്റെ മകൻ ചെയ്ത തെറ്റുകൾക്ക് അച്ഛനായ എനിക്ക് പ്രായശ്ചിത്തമില്ല. പക്ഷേ വേദയുടെ ജീവിതമെങ്കിലും ഇനി സമാധാനമാവട്ടെ. ശങ്കരനാരായണൻ വികാരധീനനായി പറഞ്ഞു. പത്മയും ദീപ്തിയും വിക്രമിനോട് പഴയ കാര്യങ്ങൾ ഓർത്ത് മാപ്പിരുന്നു. വിക്രം എല്ലാവരെയും സമാധാനിപ്പിച്ചു. വേദ തൻ്റെ പെട്ടിയുമായി പടിയിറങ്ങാനൊരുങ്ങുമ്പോൾ ദീപ്തി അവളുടെ അടുത്തേക്ക് ചെന്നു. ചേച്ചി, സാരമില്ല, ഇനിയുള്ള കാലം സന്തോഷമായിട്ടിരിക്കണം. ദീപ്തിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. വേദ അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. വിക്രം വേദയുടെ കൈപിടിച്ച് തൻ്റെ വീട്ടിലേക്ക് നടന്നു. പണ്ട് വീട് വിട്ടിറങ്ങി വന്ന ആ ഒരു പടി കയറുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയൊരു അഭിമാനം ഇന്ന് വേദയുടെ മുഖത്തുണ്ടായിരുന്നു. വിക്രമിൻ്റെ അച്ഛനും അമ്മയും അവരെ നിലവിളിക്ക് നൽകി തന്നെ സ്വീകരിച്ചു. മാസങ്ങൾക്ക് ശേഷം ജയിലിൽ കഴിഞ്ഞിരുന്ന ശ്രീകാന്തിന് തൻ്റെ തെറ്റുകളിൽ പശ്ചാത്താപം തോന്നി തുടങ്ങി. പണത്തോടുള്ള ആർത്തി ഒരു മനുഷ്യനെ എത്രത്തോളം അധപ്പതിക്കുമെന്ന് അവൻ വൈകി തന്നെ തിരിച്ചറിഞ്ഞു. ഇതിനിടെ ദീപ്തിക്ക് പുതിയൊരു ജീവിതം തുടങ്ങാനുള്ള ആലോചനകൾ വിക്രം തന്നെ മുൻകൈയെടുത്ത് നടത്തി. വരുണിൻ്റെ ഓർമ്മകളെ മായ്ക്കാതെ തന്നെ അവൾക്ക് പുതിയൊരു തുണയെ കണ്ടെത്താൻ വിക്രം സഹായിച്ചു. ഒരു വൈകുന്നേരം വീടിൻ്റെ ഉമ്മറത്ത് വിക്രമിനോട് ചേർന്ന് നിൽക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, എല്ലാം ഒന്ന് കലങ്ങിത്തെളിയാൻ നമ്മൾ ഒരുപാടകം അനുഭവിച്ചു അല്ലേ? വിക്രം അവളെ ചേർത്ത് പിടിച്ച് ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. അനുഭവങ്ങളാണ് വേദ സ്നേഹത്തിന് കൂടുതൽ തിളക്കം നൽകുന്നത്. ഇനി ആർക്കും നമ്മളെ പിരിക്കാൻ കഴിയില്ല. പവിത്രമെന്ന ആ ഒരു പേര് പോലെ തന്നെ അവരുടെ ജീവിതം സ്നേഹം കൊണ്ട് പവിത്രമായി മുന്നോട്ട് നീങ്ങുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.